ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ആയുർവേദ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യം. നിലവിലെ ചികിത്സയ്ക്ക് പുറമെ വിപുലമായ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. നിത്യേന 2000-ലേറെ പേരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർക്ക് ഏറെ ആശ്വാസമാണ് സന്നിധാനത്തെ ആയുർവേദ ആശുപത്രി. ഇതിന്റെ ഭാഗമായിട്ടാണ് ആശുപത്രി സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് വിപുലപ്പെടുത്തിയത്. നിലവിലെ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് നടപ്പന്തലിനടുത്ത് പഞ്ചകർമ്മ ചികിത്സാ സൗകര്യങ്ങളും മസാജിങ്, ബാൻഡേജിങ് സൗകര്യങ്ങളുമാണ് നിലവിലെ കെട്ടിടത്തിൻ്റെ പുറമെ മറ്റൊരു കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ, ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ ആരോഗ്യം വളരെ പരമപ്രധാനമാണ് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായും നിങ്ങൾക്കറിയാം, നീലിമലയും അപ്പാച്ചിമേടും ഒക്കെ കയറി വരുന്ന, കുന്നുമലയും കയറി വരുന്ന ഭക്തർക്ക് സ്വാഭാവികമായും കാർഡിയാക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാലിൻ്റെ മസിൽ പെയിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായി ഇവിടെ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ആയുർവേദവും അലോപ്പതിയും ഹോമിയോയും അങ്ങനെ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും 2000-ലധികം തീർത്ഥാടകരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. ഇവിടെ നമ്മുടെ ആയുർവേദ ചികിത്സ തേടിയിട്ട് ഒരു 2500-3000-അടുത്ത് ആൾക്കാർ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ഒരു 7 ഡോക്ടർമാരുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ISM ഡിപ്പാർട്ട്മെൻറ്റിൽ 5 ഡോക്ടർമാരും നാഷണൽ ആയുഷ് മിഷൻ്റെ 2 ഡോക്ടർമാരുണ്ട്. അതിലൊരു സ്പെഷ്യലിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ ചികിത്സാ രീതികൾ, ഇപ്പോൾ ക്ഷതങ്ങൾ എന്തെങ്കിലും പറ്റി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക തടവലും ബാൻഡേജും കാര്യങ്ങളെല്ലാം ചെയ്യാൻ 24 മണിക്കൂറും സജ്ജരായി 4 തെറാപ്പിസ്റ്റുകൾ കൂടിയുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ നമുക്ക് അയ്യപ്പന്മാർക്ക് സേവനം നൽകാൻ കഴിയുന്നുണ്ട്. വിപുലപ്പെടുത്തിയ ചികിത്സാ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദ് നിർവഹിച്ചു. ആയുർവേദ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS മഹേഷ് അധ്യക്ഷനായിരുന്നു. അഖിലേഷ് കുടുംബിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.